കാസർഗോഡ് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പ് അപൂർവമായ ഒരു കൂടിച്ചേരലിന് വേദിയായി. വർഷങ്ങളായി ഇരുണ്ട് കൂടിയ കാർമേഘം ഒഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയ രണ്ടുപേർ വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചു. എന്താണ് ആ കഥയെന്ന് നോക്കാം. പെരുമഴ പെയ്തു തോർന്നതുപോലെ വർഷങ്ങളായി ജോർജ് തോമസിനും മേരി ജോർജിനും ഇടയിലുണ്ടായിരുന്ന കാർമേഘം പെയ്തൊഴിഞ്ഞു. 9 വർഷമായി പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്തിടപഴകാൻ കാരണമായത് ഈ പ്രളയകാലം. തയ്യേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ടുമുട്ടിയപ്പോൾ ഇരുവരും 3 പതിറ്റാണ്ടോളം ഒരുമിച്ച് കഴിഞ്ഞ കാലമോർത്തു. വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് തയ്യേനിയിലേക്ക് കുടിയേറിയെത്തിയതാണ് ഇരുവരും. വയസ്സ് 40 കഴിഞ്ഞ ശേഷമായിരുന്നു വിവാഹം. മക്കളില്ല, സ്നേഹം പങ്കിട്ടു ജീവിച്ചു. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ കൂടിയപ്പോൾ 2017 മുതൽ ഇരുവരും വേർപിരിഞ്ഞ 2 വീടുകളിലായി താമസം. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ അഭിഭാഷകനും വളണ്ടിയർമാരും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുമായി സംസാരിക്കുമ്പോഴാണ് ഇരുവരുടെയും കഥയറിഞ്ഞത്. സംസാരിച്ചപ്പോൾ പിണക്കത്തിന്റെ മഞ്ഞുരുകി. ഇനിയുള്ള കാലം ഒരുമിച്ച് തന്നെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു. ഇനി ഏതായാലും നാളെ ക്യാമ്പ് കഴിയുമ്പോൾ ജോർജ് ചേട്ടനും മേരി ചേച്ചി ഒന്നിച്ച് താമസിക്കുക. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കണം, ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. ഇനിയുള്ള ജീവിതം, ബാക്കിയുള്ള ജീവിതം നമുക്ക് സന്തോഷമായിട്ട് പോകണം മുമ്പോട്ട്. അപ്പോൾ അന്നേരം നാട്ടുകാർക്കും സന്തോഷവും, കുടുംബക്കാർക്കും സന്തോഷവും, വീട്ടുകാർക്കും സന്തോഷവും, എല്ലാവർക്കും സന്തോഷവും. ഇരുവർക്കും വയസ്സ് 80 കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പ് പിരിച്ചുവിടുമ്പോൾ മേരിയുടെ പാലാവയലിലുള്ള ചെറിയ വീട്ടിലേക്ക് ഒരുമിച്ച് കൈപിടിച്ച് മടങ്ങാനാണ് തീരുമാനം. പ്രളയകാലം കടന്ന മറ്റൊരു പ്രണയകാലത്തിലേക്ക്. കൈരളി ന്യൂസ്, കാസർഗോഡ്.